Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ഇടിയപ്പം, നൂലപ്പം, നൂൽപുട്ട് ഇങ്ങനെ പല പേരുകളിൽ പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആയ ഇടിയപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ മേടിച്ച ഇടിയപ്പത്തിന്റെ പൊടിയാണ്, അതുകൊണ്ട് ഇനി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടിയപ്പത്തിന് നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓയില് പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ കട്ട പോലെ നിൽക്കും. അതൊക്കെ സ്പൂണ് കൊണ്ട് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഈ പൊടി കുഴയ്ക്കാനായിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം വേണം. നമ്മൾ എടുക്കണ പൊടി അനുസരിച്ചിട്ട് 1 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 1.5–1.25 കപ്പ് തിളച്ച വെള്ളം വേണ്ടി വരും. അത് പൊടി അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഈ അരിപ്പൊടിക്ക് എനിക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 3.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളക്കണം. തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഈ തിളച്ച വെള്ളം നമുക്ക് കുറച്ചായിട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ വെള്ളവും ഒന്നിച്ച് ചേർക്കണ്ട, ഒരു 3-4 പ്രാവശ്യമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് പൊടി മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടി മുഴുവനായിട്ടും ചൂടുവെള്ളത്തിൽ നനഞ്ഞു വരണം. ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഈ പൊടിക്ക് ഇപ്പൊ നല്ല ചൂടാണ്. നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഈ പൊടി കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു ചൂടാവും. അപ്പോൾ ഇത് കൈകൊണ്ടും നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടിൽ തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊടി കൂടുതൽ കുഴഞ്ഞു പോവാനോ തിക്കാവാനോ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അച്ചെടുക്കാം. ഈ ചെറിയ ഓട്ടയുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. മാവ് കുറച്ചെടുത്ത് കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയ ശേഷം അച്ചിനുള്ളിലേക്ക് വയ്ക്കാം. മാവ് കുഴഞ്ഞു പോയാലോ തിക്കായാലോ നമ്മുടെ ഇടിയപ്പം ശരിയാവില്ല. കുഴഞ്ഞു പോവാണെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കണം. തിക്കാവുകയാണെങ്കിൽ ചൂടുവെള്ളം തളിച്ചിട്ട് കുഴച്ചെടുക്കണം. അച്ച് മുഴുവനായിട്ടും നിറച്ചെടുക്കേണ്ട, കുറച്ച് സ്ഥലം ഒന്ന് ബാക്കി വെച്ചേക്ക്. ഇഡ്ലി പാത്രത്തിന്റെ തട്ടിൽ കുറച്ച് എണ്ണ തടവി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പം എല്ലാത്തിലുമായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് പകുതി വെന്തിരിക്കുന്ന പൊടിയാണ്. ഓവർ കുക്ക് ചെയ്യരുത്. ഉള്ളൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് സ്പൂണ് കൊണ്ട് ഒന്ന് തട്ടി നോക്കിയാൽ മതി. നൂലപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇഡ്ലി തട്ടിലല്ലാതെ നമുക്ക് ഇലയിലും ഉണ്ടാക്കിയെടുക്കാം. വാഴയിലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇലയിലാകുമ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചുറ്റിച്ചെടുക്കുമ്പോഴും പല രീതിയിൽ ചെയ്യാട്ടോ. ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചുറ്റിച്ചെടുക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. തട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇല വെച്ചു കൊടുക്കാം. ഇതും റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഇലയിൽ ഉണ്ടാക്കിയത് കഴിക്കാനാണ്. 3 പ്രാവശ്യം ഇഡ്ലി തട്ടിലും 4 പ്രാവശ്യം വാഴയിലയിലും ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഈ പൊടി കൊണ്ട് നമുക്കൊരു 5 പേർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പാണ്. ഇത് നമുക്ക് ഒന്നുകിൽ കറി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാം. ഇഷ്ടമുള്ളത് ട്രൈ ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.